ഇങ്ങനെ സാധിക്കാൻ വഴിയില്ലല്ലോ. പിന്നെ എന്തെങ്കിലും പറ്റി? ഹലോ. അല്ല, ഇന്നലെ നമ്മള് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തിയില്ലായിരുന്നു. മറ്റേ നന്ദ വന്നെന്നും ഗൗതം പിന്നെ കണ്ട് മുട്ടിയെന്നും പിന്നെ അവിടെ വെച്ചാൽ നമ്മൾ ഇന്നലെ നിർത്തിയത് ചന്ദ്രമാമന്റെ കഥ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളല്ല നടന്നത്. ഇന്ന് വേറെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചതില്. അപ്പൊ അത് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചോണ്ട്. എന്താണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു? അല്ല, ഇന്നലെ നന്ദയും ഗൗതമും പിങ്കിയൊക്കെ കണ്ടുമുട്ടി. പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ അടിപിടി വഴക്കൊക്കെ നടന്ന്. പക്ഷെ ഇപ്പം കഥയിൽ വന്ന ട്വിസ്റ്റ് വേറെ ഒന്നുമല്ല. ഈ ഗൗതമിന്റെയും പിങ്കിയുടെയും ഇപ്പൊ ഒരു മകനുണ്ടല്ലോ, നന്ദൂട്ടൻ. ഈ നന്ദൂട്ടൻ യഥാർത്ഥത്തില് നന്ദയുടെയും ഗൗതമിന്റെ മോനാണ്. എന്തെന്ന്? അല്ല, ഈ പിങ്കിയുടെയും ഗൗതമിന്റെയും മകനായിട്ടാണല്ലോ നന്ദു. അത് ദത്തെടുത്തതെന്നല്ലേ? ദത്തെടുത്തേക്ക് തന്നെ. പക്ഷെ യഥാർത്ഥത്തില് നന്ദയുടെ ഗൗതമിന്റെ മോനാണെന്ന് ഞാൻ ഇതേ കൺഫ്യൂഷനില്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നാണ് ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഈ സീരിയലുകാരൊക്കെ എന്താണ് ചെയ്യുന്നത്? അതായത് രമണ, ഈ ഗൗതമുണ്ടല്ലോ, ഗൗതമിനും നന്ദയ്ക്കും കുഞ്ഞ് പിറന്നല്ലോ. അവിടെ വെച്ചാണല്ലോ വഴക്കൊക്കെ ഉണ്ടായി വന്ന പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം ഈ നന്ദ സന്യാസിയുടെ അടുത്തും ഈ കുഞ്ഞ് ഓർഫനേജിലും പോയി. ആ ഓർഫനേജിൽ പോയ കുഞ്ഞാണ് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞ്. ആ കുഞ്ഞിനെയാണ് ആരും അറിയാതെ ഗൗതമും പിങ്കി ഇപ്പം ദത്തെടുത്തത്. നിങ്ങളുടെ എല്ലാ സീരിയലും ഇങ്ങനെയാണോ? അങ്ങനെ എല്ലാ സീരിയലൊന്നും അങ്ങനെ ഇല്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റിയെന്നാവും. ഈ ഏതൊരു പൊട്ടനും അബദ്ധം പറ്റുമെന്നാണല്ലോ പറയുന്നത്. അതുപോലെ ഇതിലും ചെറിയൊരു അബദ്ധം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇത് ഇപ്പം ഒരു ട്വിസ്റ്റ് സംഭവിച്ചില്ല, ഇതുപോലെ വേറൊരു ട്വിസ്റ്റും വേറൊരു സീരിയലിൽ സംഭവിച്ചു. അത് കേള്, അത് വേറൊന്നുമല്ല. ഇതില് ഞാൻ ആലോചിക്കുന്നത് ഈ മറ്റേ കേരളത്തിലെ വീട്ടമ്മമാരൊക്കെ ഇത് എന്ത് ചെയ്യുന്നു? അവരെ തലയൊക്കെ പുണ്ണായിട്ടല്ലേ ഇരിക്കുന്നത്. വെറുതെ അല്ല വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്റെ അമ്മ ഓടി എന്ന് പറഞ്ഞ് പുറത്താക്കുന്നില്ല. ഇതൊക്കെ ചോറും കറി വെക്കുന്നത്. ഇതൊന്ന് കേള്. ഈ ഇതിലെന്ന് പറയുമ്പോഴ് നന്ദയും ഗൗതമും പിങ്കി. പക്ഷെ ഇതില് വേറൊരു കാര്യമുണ്ട്. അത് പറയുമ്പോ എന്നെ ചീത്ത വിളിക്കല്. അത് ഏതാണ് ഇനിയിപ്പോ പറയാൻ? അല്ല, ഈ നമ്മളെ ഏഷ്യാനെറ്റിലെ ജാനകിയുടെയും അബിയുടെയും വീട്. അങ്ങനെ ഒരാളുണ്ട്, ജാനകി അബി. നല്ല 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 തനിമയൊത്ത മരുമകളുടെ കഥയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. വേറൊരു സീരിയലിലും ഇതുപോലത്തെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. അതെന്താണെന്ന് ചോദിച്ചാലല്ലേ ഈ പറയാനുള്ള ഒരു ത്വര വരത്തുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. പറയണ കാര്യം പറഞ്ഞു തൊല. ശരി. അതില് വേറൊന്നുമല്ല, ഈ ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത്. ആരാ ഈ ജാനകി? അല്ല, ജാനകിയുടെയും അബിയുടെയും വീട് അളകാപുരി എന്ന് പറയുന്ന ഒരു വീട്ടില് സൂര്യനാരായണനും 3 ആമക്കളും പഠിക്കുമ്പോ പിള്ളേർ കഥ പറയണ കേളങ്ങോട്ട്. മായാവിയല്ലോ ഒന്നും അല്ല, ഇവിടെ പറയണ കേള്. ഈ സൂര്യനാരായണന് 3 ആമക്കളും 1 പെണ്ണും. ഈ മൂത്ത അബിയുടെ ഭാര്യയാണ് ജാനകി. ജാനകി ഒരു ഓർഫനാണ്. അപ്പൊ ജാനകിയുടെ അച്ഛനും അമ്മയും ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ജാനകിയെ കളിയാക്കിയത്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ജാനകിയെ കൊല്ലാൻ നടക്കണ ആളാണ് ജാനകിയുടെ യഥാർത്ഥ അച്ഛൻ. അല്ല, ഇത് അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചീത്ത വിളിക്കല്ലേ എന്നാ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഈ റൂട്ട് നിനക്ക് മനസ്സിലായോ എന്താന്ന്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ചീത്ത വിളിക്കല് ഞാൻ പറയാന്ന്. ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായി. അറിയോ? മനസ്സിലായോ? പണ്ട് കാലങ്ങൾക്ക് മുന്നേ, അതായത് ഞാൻ ഇത്രയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റില് അത് പഠിക്കുന്ന സമയമായോണ്ട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സീരിയൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്താണ് അമ്മയെ കണ്ടോ, എന്റെ അമ്മയെ കണ്ടോ, എന്റെ ജീവിതകാലത്ത് ഞാൻ മറക്കൂല. എന്റെ കുട്ടിക്കാലം നശിപ്പിച്ച സ്ഥലം. അത് ഞാൻ പറയട്ടെ, ഇതിപ്പോ ആ കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സീരിയൽ സംവിധായകർ എന്ന് പറയുന്നത്. കാരണം എവിടെയോ ഉള്ള സീരിയലൊക്കെ ഇപ്പൊ അമ്മേനെയും അച്ഛനെയും തേടി നടക്കുന്ന അവസ്ഥയിലെത്തി. ഞാൻ പറയട്ടെ മോളെ, ഞാൻ പറയട്ടെ, നീ ഇവിടെ കിടന്ന് ഭയങ്കര പ്രസംഗമായിരുന്നു. ഇത് 2 പ്രണയ ജോഡി. എന്താണ് ചന്ദ്രമാമന്റെ കഥ ഇരുന്നിരുന്നു? പ്രണയ ജോഡികളുടെ
ഒരു ഭർത്താവും 2 ഭാര്യമാരും, ഇതായിരുന്നു കഥ. ഇപ്പൊ അച്ഛനും അമ്മേനും തെരഞ്ഞെടുക്കുന്ന കഥയിലേക്ക് പോയി ഇപ്പൊ അവര്. അല്ല വ്യത്യാസമുണ്ട്. ആര് മാമിന്റെ അമ്മൂമ്മന്റെ വീടോ? ജാനകിയുടെ മായാവിന്റെ വീട്. മായാവിന്റെ വീട്. വീട്ടില് ഇപ്പൊ അച്ഛനെ കണ്ടെത്തിയിരിക്കുകയാണ്. മുളത് കൊല്ലാൻ നടക്കുന്ന അച്ഛൻ. ഈ മോള് കണ്ടെത്തിയില്ലെന്ന്. മോള് കണ്ടെത്തിയില്ല. എന്റെ അച്ഛനെവിടെ, എന്റെ അച്ഛൻ അവിടെ. ജാനകി അങ്ങനെയൊന്നും ചോദിച്ചില്ല. ജാനകിക്ക് പക്ഷെ സത്യം അറിഞ്ഞൂടാ. ജാനകി ഈ അത് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അല്ല, ഈ സൂര്യനാരായണനാണല്ലോ അബിയുടെ അച്ഛൻ. അപ്പൊ സൂര്യനാരായണനും സക്കീർ ഹുസൈനും മാത്രമേ അറിയാവൂ ജാനകി ശത്രുവായ തമ്പിയുടെ മകളാണെന്ന്. അപർണ ഈ ജാനകിയുടെ അനിയത്തിയാണെന്ന്. വേറെ ആർക്കും ഈ സത്യം അറിഞ്ഞൂടാ. ഇവർക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ അഥവാ ജാനകി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോ ആത്മഹത്യ വരെ ചെയ്യാനുള്ള സാധ്യത. ഇങ്ങനെ തന്നെ വ്യത്യാസമൊന്നും ഇത് ആരാണെന്ന് അറിയില്ല. അത് 2 വർഷം കഴിയും. അല്ല, വ്യത്യാസമുണ്ട്. പല്ല് മുളച്ച് നമ്മൾ ഇരിക്കുന്നു. വ്യത്യാസമുണ്ടെന്ന്. അന്നത്തെ കഥാപാത്രം വേറെ, ഇപ്പോഴത്തെ കഥാപാത്രം പുതിയ മാറ്റൂല്ല. എല്ലാം മാറ്റമുണ്ട്. അച്ഛനെവിടെ? അമ്മ മാറി അച്ഛനായെന്നേ ഉള്ളൂ. പിന്നെ ഈ സീരിയലിൽ മാത്രമേ അമ്മയെ തേടി എല്ലാവരും നടക്കൂ, അച്ഛനെ തേടി. എത്ര സിനിമകളില് അമ്മ അടുത്തൂടെ നടന്നു പോയാല് എന്റെ അമ്മ എവിടെ, എന്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതല്ലേ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, സീരിയലിലും അല്ല സിനിമയിലും. നിങ്ങളുടെ 3 മണിക്കൂർ കൊണ്ട് തീരോടെ. ഇതൊരു 3-4 വർഷം എടുത്ത് ഇപ്പൊ നിനക്കൊരു കൊച്ചായാൽ പോലും ആ സീരിയല് തരില്ല. പിന്നെ കൊച്ചിന്റെ ഒപ്പം ഇരുന്നിട്ടായിരിക്കും നീ സീരിയല് കാണും. പിന്നെ കഥ ഇത്രയും അവർക്ക് കൊണ്ടുപോകണ്ടേ? പിന്നെ കൊണ്ടുപോകാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ അവർക്ക് കൊണ്ടെത്തിക്കണ്ടേ? എടോ, ഒരു സീരിയൽ തുടങ്ങി അത് അവസാനിപ്പിച്ച് 2ാമത്തെ സീരിയലിലേക്ക് പോടേ. ഒരെണ്ണത്തെ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തുഴഞ്ഞ് വേറൊരു കാര്യം അറിയാമോ? ഈ എത്രയൊക്കെ വലിച്ചു നീട്ടിയാലും അത് കാണാനായിട്ട് ഈ ആൾക്കാരുണ്ട്, പ്രേക്ഷകരുണ്ട്. അതാണ് അവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? അല്ലാതെ നിങ്ങളെ പോലെ 3 മണിക്കൂർ കൊണ്ട് കഥയും തീർത്തിട്ട് ഒരു ആകാംക്ഷ തരാനുള്ള ഒരു സ്പേസ് പോലും അവിടെ കിട്ടൂല. ഉടനെ ഓടി കഥയും തീർന്നു, പിന്നെ എല്ലാം കഴിഞ്ഞ അവസാനം വില്ലനെയും കൊന്ന് എല്ലാം കഴിഞ്ഞു പോകും. ഇവിടെ എന്ന് പറയുമ്പോ വില്ലനെ കൊല്ലണമൊന്നും കാണൂല. മലയാള സിനിമയില് താൻ കാണുന്നില്ല എന്തോ ചേഞ്ചാ വന്നേ. പിന്നെ ഭയങ്കര ചേഞ്ച്. അല്ല, അത് പണ്ട്. പിന്നെ അതൊക്കെ പണ്ട് ചിരിക്കുന്നതൊക്കെ പണ്ട്. ഇപ്പൊ എല്ലാരും പേടിച്ചാണ് കരയണത്. അറിയാമോ? കേഡ്രാമൊക്കെ പോയി കണ്ട് എന്തായാലും എന്ത് കേട്ടു? എന്ത് കേട്ടു? അല്ല എന്ത് കേട്ടു? എന്ത് കേഡ്രാമ? ശരി. നമ്മളൊക്കെ കേഡ്രാമ. എടോ, അവരുടെ സീരിയലെ കണ്ട് പഠിക്കുന്ന റൊമാൻസ് ഇങ്ങനെ വലിഞ്ഞൊഴുകണം. ചെക്കന്മാരെ കണ്ടിട്ടുണ്ടോ? അയ്യോ, ഒലിപ്പിക്കണം നോക്ക്. ഒലിപ്പിച്ചങ്ങ് നിന്നാ മതി. പരിസരം മറക്കും. നിങ്ങൾ അല്ലെങ്കിലും പരിസരം മറക്കും. നമ്മളെ സീരിയലിലൊക്കെയാണ്, അതൊക്കെയാണ് റൊമാൻസ്, അതൊക്കെയാണ് കഥ. നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അടുത്തത് എന്ത്, ഇനി എന്ത് സംഭവിക്കും. ഇപ്പൊ ഈ ജാനകിയുടെ അബിയുടെയും കാര്യം തന്നെ ഓർത്തു നോക്ക്. ഈ ജാനകിയുടെ അച്ഛൻ ആരാണ് എന്ന് അറിയാനായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും. അതിലൊരു അല്ല, പ്രേക്ഷകരെ കാത്തിരിക്കും. തലവേദന പിടിച്ച് തെറി ഒരു തലവേദനയില്ല. അവരിപ്പൊ തുള്ളിച്ചാടനായിരിക്കും. അയ്യോ, ജാനകിയുടെ അച്ഛനെ കണ്ടുപിടിച്ചു, തമ്പിയെ കണ്ടുപിടിച്ചു എന്ന്. ഇനി അടുത്ത് തമ്പി ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് അടുത്ത ട്വിസ്റ്റ്. പിന്നെ